ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു ചായ പലഹാരം ഉണ്ടാക്കാം. അതിനൊരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, വലുതാണെങ്കിൽ ഒരു പകുതി മതി, ഇതുപോലെ ചെറിയതായി മുറിച്ചെടുത്ത് കുറച്ച് ഉപ്പും കൂട്ടി ഇത് മുഴുവനൊന്ന് തിരുമ്പിയെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും സവാളയും കൂടെ തിരുമ്പി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദപ്പൊടി, ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുറിച്ച് വെച്ച സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്, സവാള ചെറിയതായി മുറിച്ചെടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കണം, ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയോ, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ അത് ചേർക്കണ്ട. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് വറുത്തെടുക്കാൻ പാകത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുഴച്ച് വെച്ച മാവ് കുറച്ചായി കൈകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഇടാൻ പറ്റാത്തവർ സ്പൂണ് കൊണ്ട് ഇട്ട് കൊടുക്കുക. ഞാൻ കൈകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പൂണ് കൊണ്ട് കുറച്ചായി കോരി ഇട്ട് കൊടുക്കുക. ഇതുപോലെ മുഴുവനും ഇട്ട് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനം കൊണ്ട് നല്ല രുചിയുള്ള പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചായ കടി. ഇത് അടിവശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മറിച്ചിട്ട് ഇനി അടിവശം ഒന്ന് മൂത്ത് വരണം. രണ്ട് വശവും മൂത്ത് വന്ന ശേഷം കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ചായ പലഹാരം റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.